ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ്, മുംബൈ ഇന്ത്യൻസ് താരമായിട്ടുള്ള വിൽ ജാക്സിനെ RCBക്ക് ട്രേഡിംഗ് വഴി സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. എന്നാൽ RCBയിൽ നിന്നും ഇംഗ്ലണ്ട് താരമായിട്ട് ലിയം ലിവിങ്സ്റ്റനെ മുംബൈ മാനേജ്മെന്റിന് കൈമാറാം എന്നുള്ള ഡീലാണ് RCB മാനേജ്മെന്റ് വെച്ചിട്ടുള്ളത്. നമുക്കറിയാം, വിൽ ജാക്സ് ആവട്ടെ ഇതിന് മുമ്പാവട്ടെ RCBക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ്. ലിവിങ്സ്റ്റൺ ആവട്ടെ കഴിഞ്ഞ സീസണിൽ RCBക്ക് വേണ്ടി കളിച്ചെങ്കിലും ഒരു മികച്ച ഇമ്പാക്ട് താരത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഏതായാലും ഈ ട്രേഡിംഗ് നടക്കുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അടുത്ത അപ്ഡേറ്റ് മലയാളി താരം സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. ഈ വരാനിരിക്കുന്ന കേരള പ്രീമിയർ ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് വൈസ് ക്യാപ്റ്റനായിട്ടാണ് സഞ്ജു സാംസണെ നിയമിച്ചിട്ടുള്ളത്. ക്യാപ്റ്റനായിട്ടുള്ളത് സഞ്ജുവിന്റെ ബ്രദർ സലി സാംസണെയാണ് നിയമിച്ചിട്ടുള്ളത്. എന്നാൽ പലരും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് സഞ്ജു സാംസണെ ക്യാപ്റ്റൻസിയിലേക്ക് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് പരിഗണിച്ചില്ല എന്നുള്ള കാര്യം പലരും ചോദിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, സഞ്ജു സാംസണെ പരിഗണിക്കാത്തത് സഞ്ജു സാംസന്റെ അവൈലബിലിറ്റി സംശയത്തിലാണ്. സഞ്ജു സാംസണ് ഈ ഒരു കേരള പ്രീമിയർ ലീഗ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ശ്രീലങ്കക്കെതിരെയുള്ള T20 പരമ്പര കളിക്കാൻ ഒരു പക്ഷേ പോവേണ്ടി വരും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു കോൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം മുഴുവനായിട്ടും ഈ ഒരു സീരീസിൽ ഈ ഒരു കേസിൽ മുഴുവനായിട്ടും അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കരുതിക്കൊണ്ടാണ് അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി കൊടുക്കാത്തത് എന്നുള്ള കാര്യം കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് മാനേജ്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. സോ നമുക്കറിയാം, കഴിഞ്ഞ സീസണിലാവട്ടെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ളത് ബേസിൽ തമ്പിയാണ്. എന്നാൽ ബേസിൽ തമ്പി ആവട്ടെ ഇത്തവണ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ടീമിനോടൊപ്പം ഇല്ല, തിരുവനന്തപുരം ടീമിലാണ് ഉള്ളത്. ഏതായാലും ഈ രണ്ട് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.